ഹലോ, വെൽക്കം ടു ഡേ 3 ഓഫ് 7 hours 70 സ്റ്റഡി ചലഞ്ച്. രാവിലെ 6:30 ഇപ്പൊ കണ്ണൊക്കെ തുറന്ന് ഫോൺ എടുത്ത് നോക്കിയപ്പോഴാണ് ഞാൻ ആ സത്യം മനസ്സിലാക്കിയത്. സമയം 6:30 8:30. കർട്ടൻസ് പൊക്കി വെക്കാത്തോണ്ടുള്ള ഇരുട്ടും പിന്നെ ഇന്നലെ ലേറ്റ് ആയിട്ട് കിടന്നുറങ്ങേണ്ടുള്ള ക്ഷീണം കൊണ്ട് ഞാൻ ഇത്ര സമയം അറിഞ്ഞു പോലില്ല. വേഗം ചാടി എഴുന്നേറ്റ് ഒന്ന് ഫ്രഷ് ആയി പഠിക്കാനിരുന്നു. ഇന്നും ഇന്നലത്തെ പോലെ എന്റെ പ്ലാൻസ് എല്ലാം തെറ്റിയെന്ന് എനിക്ക് ആദ്യമേ മനസ്സിലായി. തന്നെ ഓടിച്ചാടി അക്കൗണ്ടിങ് എടുക്കുന്നു, പഠിക്കുന്നു, എക്കണോമിക്സ് എടുക്കുന്നു, പഠിക്കുന്നു. 2 സബ്ജക്റ്റും കുറച്ച് പോർഷൻസ് ആയപ്പോ തന്നെ വിശക്കാൻ തുടങ്ങി. സമയം 10 മണിയായേ. ദെൻ വേഗം ഒരു ദോശയൊക്കെ ചുട്ട് ബ്രേക്ക്ഫാസ്റ്റ് അങ്ങ് കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞപ്പോ തന്നെ വീട്ടിലൊരു കോളിംഗ് ബെല്ല് വന്നു. ഞാൻ ഓർഡർ ചെയ്ത കുറച്ച് സാധനങ്ങളുമായി ആമസോണിന്റെ ചേട്ടൻ. പിന്നെ ആ പൊട്ടിച്ച് വാങ്ങിച്ച സാധനങ്ങളൊക്കെ കാണാതെ എനിക്ക് വേറെ ഒരു പരിപാടി നടക്കില്ല. അതുകൊണ്ട് അത് ആദ്യം പൊട്ടിച്ചു. ഒരു ഡിജിറ്റൽ അലാം ക്ലോക്ക്, ഒരു ബ്ലൂടൂത്ത് ക്ലിക്കർ, ദെൻ 3 സ്റ്റോറേജ് ബോക്സസ്. ഇതൊക്കെയാണ് അതിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന സാധനങ്ങൾ. അതൊക്കെ ഒന്ന് കണ്ടതിന് ശേഷം ഒരു കുളിയൊക്കെ പാസ്സാക്കി റെഡിയായി ഞാൻ ഒന്ന് പുറത്തേക്ക് പോയി. ഇന്നൊരു ബർത്ത്ഡേ പരിപാടി ഉള്ളതുകൊണ്ട് അതിനുള്ള ഗിഫ്റ്റ് വാങ്ങിച്ചു. പിന്നെ ആ ഡിജിറ്റൽ ക്ലോക്കിന് വേണ്ടിയിട്ടുള്ള ബാറ്ററീസും വാങ്ങിച്ചു. വീട്ടിൽ തിരിച്ചെത്തി അപ്പൊ തന്നെ ആ ക്ലോക്കിൽ ബാറ്ററി ഇട്ട് സെറ്റ് ചെയ്തു. ഇതിന്റെ റിവ്യൂ ഞാൻ ഇത് യൂസ് ചെയ്ത് കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് പറയാം. ദെൻ ഞാൻ ബർത്ത്ഡേ പരിപാടിക്കൊക്കെ പോയി തിരിച്ച് വീട്ടിൽ വന്നപ്പോഴത്തേക്കും എന്റെ വീട്ടിൽ കുറച്ച് കസിൻസ് വന്നു. പിന്നെ അവരൊക്കെ ആയിട്ട് ചില്ല് ചെയ്തിരിക്കേണ്ടി വന്നു. അവരൊക്കെ പോയതിനു ശേഷം ഒരു 5 മണിക്കാണ് ഞാൻ പിന്നെ പഠിക്കാൻ നിൽക്കുന്നത്. അതിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് എനിക്കൊരു ഹോസ്പിറ്റൽ എമർജൻസി കേസ് വന്ന് അങ്ങടേക്ക് ഓടി പോകേണ്ടി വന്നത്. ഇന്നത്തെ പഠിത്തത്തിനൊരു തീരുമാനമായെന്ന് എനിക്ക് അപ്പോഴേ മനസ്സിലായി. പക്ഷെ എല്ലാ തവണത്തും പോലെയല്ല, ഇത്തവണ പഠിക്കാതെ നിന്നപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ട്. ഇത്രയും ദിവസം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നോണ്ടായിരിക്കാം. അത് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഭയങ്കര റിഗ്രറ്റ് ആയിരുന്നു എനിക്ക്. സാരില്ല, പോട്ടെ, ഇന്നൊരു ദിവസത്തേക്കല്ലേ, അത് കുഴപ്പമില്ല എന്നൊക്കെ വിചാരിച്ച് ഹോസ്പിറ്റലിന് വന്ന ശേഷം ഞാൻ അങ്ങനെ പഠിച്ചില്ല. PC ഒക്കെ കഴിച്ച് ഫ്രണ്ട്സ് ഒക്കെ കണ്ടിരിക്കുമ്പോൾ റിഗ്രറ്റ് അടിച്ചിട്ട് തീരെ പറ്റുന്നില്ല. അപ്പൊ ഞാൻ ഓടി റൂമിലേക്ക് പോയി. പിന്നെ ഞാൻ അങ്ങ് പഠിക്കാൻ തുടങ്ങി. 9:30 ഞാൻ പഠിത്തം സ്റ്റാർട്ട് ചെയ്തിട്ട് 11 സ്റ്റോപ്പ് ചെയ്തത്. 11 സ്റ്റോപ്പ് ചെയ്തത് ഞാൻ ചെറിയ ഷവർ എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. കാരണം ഫ്രഷ് ആയിട്ടിരുന്ന് പഠിച്ചാൽ എനിക്ക് തീരെ ഉറക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ ഓടിപ്പോയി ഒരു കുളിയൊക്കെ എടുത്ത് പിന്നെയും പഠിക്കാനിരുന്നു. അപ്പൊ അടുത്ത് എത്ര മണി വരെ നീണ്ടുന്നറിയോ? 12:48 വരെ. ഏകദേശം ഒരു മണിയുടെ അടുത്ത് തന്നെ ഞാൻ പഠിച്ചു. അത് പഠിച്ചു കഴിഞ്ഞിട്ടാണ് ആക്ച്വലി എനിക്ക് ശരിക്കും കിടന്നുറങ്ങാൻ പറ്റിയത്. ഒരു റിഗ്രറ്റ് ഉണ്ടായിരുന്നില്ല. ഐ വാസ് വെരി ഹാപ്പി. നിങ്ങൾക്ക് ഇതുപോലെ എപ്പോഴും മടിയൊക്കെ പിടിക്കുകയാണെങ്കിൽ ലാസ്റ്റ് നമ്മൾ ഫോണിലൊക്കെ തോണ്ടി കഴിയുമ്പോൾ നമുക്ക് റിഗ്രറ്റ് വരില്ലേ? അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് ചെയ്യേണ്ടത് അത് ചെയ്യുക. അത് ചെയ്ത് കഴിഞ്ഞ് കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് ഭയങ്കര സൂപ്പർ ആയിരിക്കും. ഇന്ന് ഞാൻ പഠിക്കാനുള്ളതെല്ലാം പഠിച്ചു തീർത്ത് ഒരു റിഗ്രറ്റും ഇല്ലാതെയോ കിടക്കാൻ പോണെ. അപ്പൊ നാളെ കാണാം.